സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മളൊരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ വയ്ക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഞാനൊരു ഇഞ്ചിനെ കുഞ്ഞുകുഞ്ഞാ അരിഞ്ഞിട്ടിട്ട് ഓക്കെ, അത് രണ്ടും കൂടെ വാട്ടിയിട്ട് അത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, നന്നായിട്ട് മുരിഞ്ഞിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഓയിലിലേക്ക് തന്നെ, വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ വറ്റൽമുളക് ഇടുക. വറ്റൽമുളകൊക്കെ നമുക്ക് എരി എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കുക. എന്നിട്ട് അതൊന്ന് കരിയണം, നല്ല കരിഞ്ഞ പോലെ ആവണം. കരിയല്ല, ജസ്റ്റ് ഒരു ബ്രൗണ് ഒന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ഡാർക്കാവണം. എന്നിട്ട് അതും മാറ്റി വെക്കുക. ശേഷം അതിലേക്ക് ആ വെളിച്ചെണ്ണ പാത്രത്തേക്ക് സെയിം പാത്രം തന്നെ യൂസ് ചെയ്യുക. ആ ഓയിൽ തന്നെ മതി കേട്ടോ, ആ വെളിച്ചെണ്ണ തന്നെ മതി. അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുക. ഞാൻ 2 തരം ഉള്ളിയാണെന്ന് കാണിച്ചതാണ്. കാരണം ഒന്ന് ചീരുള്ളിയും ഒന്ന് വലിയുള്ളിയും. 2 ഉള്ളിയും കൂടെ എടുക്കാൻ കാരണം ചെറിയുള്ളി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വലിയുള്ളി എടുത്തത്. ശരിക്കും ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് കൂടുക. ഓക്കെ, അങ്ങനെ അതും മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഇടേണ്ടത് തക്കാളിയാണ്. അങ്ങനെ തക്കാളി ഇടുമ്പോൾ ആ തക്കാളി അതേപോലെ തന്നെ നന്നായിട്ട് പിന്നെ വഴണ്ട് വരണം. എന്നാൽ മാത്രമേ അത് ടേസ്റ്റ് കൂടുള്ളൂ. പോരാത്ത അതിൻ്റെ തൊലിയൊക്കെ ഊരി പോരുള്ളൂ. എന്നിട്ട് അതും നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ശേഷം ഞാൻ 2 ട്രിപ്പായിട്ട് തക്കാളി ഇട്ടത്, കാരണം അത് തികയിലായിരുന്നു. ഞാൻ 5 തക്കാളി ഇട്ടിരുന്നു, അതുകൊണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ തക്കാളിയുടെ കൂടെ ഞാൻ കുറച്ച് പുളിയും കൂടെ ഇട്ടു. പിന്നെ നമ്മുടെ കുരുള്ള പുളിയില്ല, കുരുള്ളതല്ലാത്തതായാലും കുഴപ്പമില്ല, അങ്ങനത്തെ എടുക്കണ്ട കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പുളിയൊന്ന് ചൂടായാൽ മതി. പക്ഷെ മറ്റേത് നന്നായിട്ട് അഴിഞ്ഞിട്ട് വരണം, എന്നാലേ ഇതാവുള്ളൂ, ക്ലിയർ ആവുള്ളൂ. പിന്നെ അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പിട്ട്, അതുപോലെ തന്നെ ആ തക്കാളിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ നമ്മൾ കളയണം. കാരണം അത് ഉണ്ടാകുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെ നമുക്ക് കടിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് മൊത്തത്തിൽ കളയാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് ശേഷം അത് നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞൊരടി ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ഇതാക്കണം. എനിക്ക് ഇത്രയും വേസ്റ്റാണ് അതിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ഇതാ തക്കാളിത്തൊലി ഇത്രയും വേസ്റ്റ് കിട്ടി. 5 തക്കാളിൻ്റെ വേസ്റ്റാണ് തക്കാളിത്തൊലിയാണത്. പിന്നെ നമ്മുടെ മുളകും എല്ലാം കൂട്ടി കുഴച്ച് നന്നായിട്ട് ആ ഉള്ളിയും എല്ലാം അടക്കം നന്നായിട്ട്, ഇതിലേക്ക് വേറെ മുളകും പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒരു സാധനം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സാധനങ്ങൾ മാത്രം മതി. ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴക്കുക. പിന്നെ നമ്മളെ ചട്ടിയിലുണ്ടാവുന്ന ബാക്കി വെളിച്ചെണ്ണയും കൂടി ഇതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഒന്നും കൂടി ടേസ്റ്റ് ആകും. അല്ലാതെ വീണ്ടും പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ 2 സ്പൂണോളം ചേർത്തില്ല, ടീസ്പൂണോളം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി.